നമസ്കാരം. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട്. പണ്ടൊരു നാങ്ങിലിക്ക് ഒരു മോനുണ്ടായിരുന്നു. ആറ്റിനൂറ്റുണ്ടായ ഉണ്ണി. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാപ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോറോ ചോപ്പി വാടിച്ചിട്ട് കരി പൂച്ചി പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിലി കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. മാമു കൊടുക്കുന്നു നങ്ങേലി. അങ്ങനെ ഉണ്ണിക്ക് 7 വയസ്സ് കഴിഞ്ഞു. അതാ നങ്ങേലി മോനെ വിളിക്കുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഉണ്ണി, ഉണ്ണി, എവിടെയാ നീ? ഭക്ഷണം കഴിക്കുമ്പോഴോ നീ ഒളിച്ചിരിക്കുവാണ്. ഒളിച്ചിരിക്കുന്ന ഉണ്ണിയെ നങ്ങേലി കണ്ടു. ഇവിടെ വാടാ കല്ല് കുട്ട, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അയ്യോ, എന്നെ വീടമ്മേ, എനിക്ക് കളിക്കണം. നങ്ങേലി സമ്മതിച്ചില്ല. ഉണ്ണിയെ സ്കൂളിലേക്ക് യാത്രയാക്കി. പാടും കാണുന്നു കുഞ്ഞി ചെരുവിലൂടെ വരുന്ന ഉണ്ണിയെ ദൂരെ നിന്നെ ഭൂതം കണ്ടു. ഹായ്, നല്ല പൂവൻ പഴം പോലത്തെ ഉണ്ണി. ഉണ്ണി ഒന്ന് കിട്ടിയെങ്കിൽ ഉണ്ണി പേടിക്കാതിരിക്കാൻ ഒരു സുന്ദരിയായ പെണ്ണായി ഭൂതം ഉണ്ണിയുടെ അടുത്ത് ചെന്നു. ഉണ്ണിക്കുട്ട, ചക്കരേ, ആ ബാഗൊക്കെ ദൂരെ കാലിന് എൻ്റെ അടുത്തേക്ക് വരൂ. അയ്യോ, ഞാനില്ല. ബാഗില്ലാതെ സ്കൂളിൽ പോകാൻ പറ്റില്ല. ടീച്ചർ വഴക്ക് പറയും. അതെന്ത് സാരില്ല ഉണ്ണി, നമുക്ക് അവിടെ ഇരുന്ന് കളിക്കാം. എന്ത് രസമായിരിക്കും. ഭൂതം വിളിച്ചപ്പോൾ ഉണ്ണി ഭൂതത്തിന്റെ കൂടെ പോയി. പാവം നങ്ങേലി. സന്ധി കഴിഞ്ഞിട്ടും ഉണ്ണി വരുന്നില്ലല്ലോ. എന്റെ ദേവനെ, എന്റെ ഉണ്ണി എവിടെ പോയി? ഉണ്ണി, ഉണ്ണി, എവിടെയാ നീ? ഉണ്ണിയുടെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നു ഭൂതം നങ്ങേലിയുടെ കരച്ചിൽ കേട്ടു. ഭൂതം നങ്ങേലിയെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കി. ഭൂതം കാറ്റായി ചെന്നപ്പോ നങ്ങേലി കുറ്റി പോലെ ഉറച്ചു നിന്നു. ഭൂതം തീയായി ചെന്നപ്പോ നങ്ങേലി കണ്ണീര് കൊണ്ടെല്ലാം കിടത്തി. ഭൂതം നാദിയായി പുലിയായി ചെന്നു. പക്ഷെ നങ്ങേലി പേടിച്ചില്ല. അപ്പോൾ ഭൂതം പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം, പകരം ഉണ്ണി എനിക്ക് വേണം. നങ്ങേലി സമ്മതിക്കോ? ഇല്ല, പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. എനിക്ക് എന്റെ കുഞ്ഞിനെ മാത്രം മതി. എനിക്ക് ഇതെന്റെ കണല്. ഇന്നും വലുതാണ് എനിക്ക് എന്റെ ഉണ്ണി. എന്റെ ഉണ്ണിനെ തിരിച്ചു തരൂ. നങ്ങേലിയുടെ കാഴ്ച പോയില്ലോ. ഭൂതം നങ്ങേലിയെ പറ്റിക്കാൻ നോക്കി. ഭൂതം മന്ത്രം ജീവിച്ച് ഒരു ഉണ്ണി ഉണ്ടാക്കി നങ്ങേലിക്ക് കൊടുത്തു. ഉണ്ണി അല്ല, ഇതെന്റെ ഉണ്ണി അല്ല. അമ്മയെ പറ്റിച്ചു ഭൂതമേ, നിന്നെ ഞാൻ. ഭൂതം പേടിച്ചു വരച്ചു. അയ്യോ അമ്മേ, ഞാൻ ശപിക്കില്ലേ? ഇതാ ഉണ്ണി തിരിച്ചു തരാം, കണ്ണുകളും തിരിച്ചു തരാം. അങ്ങനെ നങ്ങേലിക്കെല്ലാം തിരിച്ചു കിട്ടി. പക്ഷെ ഈ കഥ ഇവിടെ കഴിയുന്നില്ല. കുട്ടികളെ ഇല്ലാതാക്കുന്ന ഭൂതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ ഭൂതങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ അഭിനവ നങ്ങേലിമാർ ജീവിക്കട്ടെ. നമുക്ക് അച്ഛനെയും അമ്മയെയും അനുസരിക്കാം. നന്ദി, നമസ്കാരം.